ഇതിപ്പോൾ കേരളത്തിലെ അതിവിപുലമായ ഒരു സ്ഥലമാണ്. മനോഹരിതമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ എൻ്റെ ക്യാമറാമാൻ കുമാറിനോടൊപ്പം ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നത് പോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു മനോഹരിതമായ ഒരു സദ്യ നിങ്ങളിലേക്ക് വിളമ്പാൻ ഞാനിന്ന് ഞങ്ങളുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇതാണ് കൈരളി ടിവിയുടെ വണ്ടി. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് കുരിശുമലയുടെ മധ്യഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. നമുക്ക് വരാം. കമോൺ രണ്ട് പേര് പാടാം. ഡേഞ്ചറസ് ആയ പ്ലേസ് ആണ്, കയറാൻ വയ്യ. വലിയ കഷ്ടപ്പാട് സഹിച്ചായാലും ഇത് കയറണം, എന്നാലേ നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ പറ്റും. വീണ് പോയി, കുഴപ്പമില്ല. ഇതാണ് സുലോചന എന്ന് പറയുന്ന സുലോചന. ഭയങ്കര കരച്ചിലാണ്. സുലോചന എന്താണ് ഈ ചെയ്യുന്നത്? ഇത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു പണിയാണ്. സുനിൽ, ഞാനില്ലാണ്ട് ഇച്ചിരി പശിക്കുകയാണ്. ഇങ്ങോട്ട് പോകണം. ഞാൻ ഇച്ചിരി കഴിക്കുകയാണ്. ഇതിനെന്താണ് പറയുന്നത്? കപ്പൂച്ചിയ കൊക്കാവോ? പേര് തന്നെ അതി ഡിഫറൻസ് ആണ്, പക്ഷെ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റത്തില്ല. എനിക്ക് ടേസ്റ്റ് വന്നിട്ട് കട്ടിക്കൂടെ വെള്ളം വരുന്നു. ഇച്ചിരി കഴിക്കാം. നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക്? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വിവരിച്ചു തരാം. ഇത് ആദ്യം നമ്മുടെ ഉള്ളി നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് അതിന്റെ 1 കിലോ ഉള്ളി വേണം. 3 കിലോ ഉള്ളിയാണ് സൗകര്യം. 2.25 അതിന് മുമ്പ് സുലോചന ഞാനൊന്ന് ചോദിച്ചോട്ടെ, അടുത്ത് നിൽക്കുന്ന ഇത്രയും പേരുണ്ടായാലും ഈ കറി റെഡി ആവുന്നുണ്ടോ? ഇല്ല, ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? അന്നേരം ഈ നാട്ടുകാരെല്ലാം ഈ കുക്കറി പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നേക്കുകയാണോ? അന്നേരം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് എങ്ങനെയാ വെക്കുന്നതെന്നൊന്ന് വിവരം പറഞ്ഞു തരൂ സുലോചന. ഇത് വളരെ എളുപ്പമാണ്. തീ കൊണ്ടുള്ള ഒരു പരിപാടിയും ഇല്ല. നമ്മൾ ഇത്രയും എപ്പിസോഡ് 200 എപ്പിസോഡാണെങ്കിൽ നമ്മൾ തീ കൊണ്ടുള്ള പരിപാടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ സുലോചന ഇന്ന് തീ കൊണ്ടില്ലാത്ത പരിപാടിയാണ് നമുക്ക് വേണ്ടി കാണിക്കുന്നത്. സുലോചന കാണാം. ആണുങ്ങളെല്ലാം അടുക്കള കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആണുങ്ങൾക്ക് പരിചയക്കുറവുള്ളതുകൊണ്ട് ഇതാണ് സുലോചനയുടെ ഇദ്ദേഹം പറയുന്നത്. ഞങ്ങൾ വന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അത് തിന്നാൻ കൊടുക്കാഞ്ഞിട്ടാണ്. ഓക്കെ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. സുലോചന കറി ഇതിപ്പോൾ ആദ്യം ചെറിയ ഉള്ളിയാണല്ലേ ഇതിന് ഉപയോഗിക്കുന്നത്? ചെറിയ ഉള്ളി ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഇതേപോലുള്ള ഈ കത്തി കൊണ്ട് ഇങ്ങനെ പുറവശം വെച്ച് ഇരിക്കണം അല്ലേ? ഓഹോ, അന്നേരം നിങ്ങൾക്ക് ചെലവാകുന്നതെന്ന് പറഞ്ഞാൽ വെറും ഒരു പ്ലേറ്റ്, ഒരു കത്തി എന്ന് പറയുമ്പോൾ ഇന്ന് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. ഈ കത്തിയുടെ ഫ്രണ്ട് പോലും ഉപയോഗിക്കേണ്ട, ബാക്കി വെച്ചാണ് ഈ ഉള്ളി ഇടിച്ചിടിച്ച് കുഴയ്ക്കുകയാണ്. അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് സുലോചന. ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. സുലോചന, അന്നേരം ഇത് എനിക്ക് ഒരു സംശയം. താങ്കൾ ഇത് വളരെ കാലത്തെ എക്സ്പീരിയൻസ് ആയല്ലോ. എനിക്കിപ്പോൾ അടുത്തിരുന്നപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടല്ലോ. സുലോചനക്ക് എന്താണ് ഇത് വരാത്തതിന് കാരണം? അത് വീണ് ശീലമായോണ്ട് കണ്ണ് മടുത്തിരിക്കും. വീണ് അന്നേരം എപ്പോഴും സുലോചന ഇങ്ങനെ പാത്രത്തിൽ അങ്ങ് വീഴുകയാണല്ലേ? ഓഹോ, ക്ഷമിക്കാമോ. അന്നേരം പിന്നെ ഇതെന്താണ് സുലോചന? കാണാൻ നല്ല അഴകുണ്ടല്ലേ? നല്ല അത് ജർമ്മനിയിൽ ഞങ്ങൾ പ്രത്യേകം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ജർമ്മനിയാണ്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് നല്ല മധുരമാണ്. സുലോചന, അത് ശരിയായില്ലല്ലോ. ആദ്യത്തെ ടേസ്റ്റിന് വന്നില്ലല്ലോ. ഭയങ്കര ഇപ്പോൾ ആ എരി അങ്ങ് പോയി. അന്നേരം സുലോചന നമുക്ക് വേണ്ടി ഇതിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇപ്പൊ ഇടിച്ചു കുഴച്ചോ അല്ലേ? ഇടിച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ജർമ്മനിയിൽ ഇറക്കിയ ഈ സാധനം എങ്ങനെയാണ്? എല്ലാവർക്കും എവിടെയും സുലഭമാണോ? അല്ലല്ല, ഈ നാട്ടിൽ മാത്രമുള്ളൊരു സാധനം.
അന്നേരം സുലോചന ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു അന്നേരം ഈ കൂടെയുള്ള ആരെയും പരിചയപ്പെടുത്തില്ല. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. സുലോചന ഇതൊക്കെ ആരായിട്ട് വരും? ഇതൊക്കെ നിങ്ങളുടെ നാട്ടുകാർ തന്നെയാണോ? ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അന്നേരം സുലോചന പ്രധാനമായിട്ട് ഈ കറി എന്തോത്തിന്റെ കൂടാണ് ഇത് കഴിക്കുന്നത്? ഇത് രാവിലെ ഭക്ഷണമില്ലാതെ ഇറങ്ങുന്ന ദരിദ്രവാസി ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും ടൂറിസ്റ്റുകൾക്ക് പ്രധാനമായിട്ട് ഇത് കുരിശുമലയുടെ മധ്യഭാഗത്ത് കേരളത്തിന്റെ അതിവിപൂർണമായ ഒരു സ്ഥലമാണ്. അന്നേരം സുലോചന വളരെ നാളുകൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നതാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കലിലൂടെ. സുലോചന ഇന്ന് ഈ നാടിനും ഈ നാട്ടുകാർക്കും ഏറെ പ്രസക്തി വന്നു ചേർന്ന സുലോചന ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നതിലൂടെ വളരെ നാളുകളുടെ പാരമ്പര്യത്തിന് ശേഷം ആളുകളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് സുലോചന. സുലോചനയുടെ ഈ കറി ഇന്ന് ഈ നാട് മാത്രമല്ല ഈ ലോകം മൊത്തവും അറിയുന്നുണ്ട്. വെറും തീ പോലും വേണ്ടാത്ത ഈ കറി ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് പഠിപ്പിച്ച് തുടങ്ങിയത്. ഇത് ആണുങ്ങൾക്ക് വേണ്ടിയാണ് നരങ്ങത്തും ആണുങ്ങളെല്ലാം അടുക്കളയിലുമാണല്ലോ. സുലോചനയുടെ അഭിപ്രായം എന്നാണ് പറയുന്നത്. അന്നേരം സുലോചനയുടെ അഭിപ്രായത്തിൽ പഠിപ്പിച്ചത് എന്റെ ഹസ്ബൻഡിനെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സുലോചനയുടെ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുലോചനയോട് യോജിക്കാമെങ്കിൽ അരങ്ങ് സ്പേസ് എസ് എങ്കിൽ വൈ, അരങ്ങ് സ്പേസ് നോ എങ്കിൽ എൻ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. 575758 മെസ്സേജ് ചെയ്യേണ്ടത്. മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തതായിട്ട് സുലോചന ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇടിച്ചു ചേർക്കണം അല്ലേ? അന്നേരം സുലോചന ഇതെന്താണ് സുലോചന? അതും ജർമ്മനിയിലെ സാധനം. ജർമ്മനിയിൽ മാത്രം കിട്ടുന്ന ചീനി എന്ന് പറയും. ചീനി എന്ന് പറയും. എന്നിട്ട് ഇത് ഇച്ചിരി കഴിക്കാൻ പറ്റില്ല. അവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വളരെ കോസ്റ്റ്ലി കൊടുത്ത് നമ്മൾ സ്വന്തമാക്കി കാര്യമാണ് ഇതെന്നും തോന്നുന്നു. സുലോചന ഏതാണ്ട് 2-3 മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നു എന്ന് തോന്നുന്നല്ലോ. അതൊരു പ്രശ്നം ഉണ്ടാകും. ഈ മൃഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് പറയുന്നത്? അന്നേരം മഞ്ഞത്തെടുത്ത് എന്തുവാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ കോഴിക്കോട്.